ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ വികസനം തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ എടുത്തു പറയേണ്ടത് റെയിൽവേ ട്രാക്കിലൂടെ കുതിച്ചു പായുന്ന വന്ദേ ഭാരത് ട്രെയിനുകളാണ്. എന്നാൽ വന്ദേ ഭാരത് ട്രാക്കിലൂടെ കുതിച്ചു പായുമ്പോൾ ചില പ്രത്യേക മതക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്, അല്ലെങ്കിൽ ചെറിയ പ്രത്യേക വ്യക്തികൾക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. റെയിൽവേ ട്രാക്കിലൂടെ വന്ദേ ഭാരത് കുതിക്കുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ് രസിക്കുന്ന പ്രത്യേകം ഞരമ്പ് രോഗികൾ. അങ്ങനെ ഈ കല്ലെടുത്തെറിയുന്ന ഞരമ്പ് രോഗികളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുതിയ കമാൻഡോകളെ ഇറക്കിയിട്ടുണ്ട്. അതായത് പുതിയ കമാൻഡോകളുടെ പേര് കോറസ് എന്നാണ്. കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി. ഇനി ഇവരുടെ കർമ്മം, ഡ്യൂട്ടി എന്താണെന്നറിയോ? ഒരു കല്ലെറിഞ്ഞ് ഒരു വെട്ടി. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനത്തിന്റെ തിലകമാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. ഈ വന്ദേ ഭാരത് ഇനി കാശ്മീരിന്റെ താഴ്വരയിൽ കൂടി തണുപ്പിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ ആർക്കെങ്കിലും കല്ലെടുത്ത് എറിയണം എന്നൊരു കുബുദ്ധി തോന്നിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ അപ്പോൾ പൊട്ടും വെട്ടി. കല്ലെറിയുന്നവനും അട്ടിമറി ശ്രമങ്ങൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യവിരുദ്ധന്മാർക്കുള്ള അത്യാധുനിക ആയുധങ്ങളും അതിവേഗ പ്രത്യാക്രമണ ശേഷിയുള്ള 21 അംഗ സുരക്ഷാ സംഘമാണ് ആദ്യം ജമ്മു ശ്രീനഗർ പാതയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് കാവൽ നിൽക്കുക. ഇങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രമല്ല കോറോസിന്റെ സേവനം ലഭ്യമാകുക. ആദ്യം ജമ്മു കാശ്മീരിലാണെങ്കിലും ക്രമേണ അത് നമ്മുടെ രാജ്യത്തിലുടനീളം എല്ലാ ഭാഗത്തും ട്രെയിനിന് കാവലെ കോറസ് ഉണ്ടാവും. കോറസ് കമാൻഡുകൾ റെയിൽവേ സുരക്ഷാ സേനയിലെ ഏറ്റവും മികച്ച കമാൻഡോകൾ ട്രെയിനിനുള്ളിൽ സദാസമയം ഉണ്ടാകും. ട്രെയിൻ കടന്നു പോകുന്നതിന് മുൻപേ പാത സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കൽ പൈലറ്റ് വാഹനങ്ങൾ പരിശോധന നടത്തും. ഓരോ 2 കിലോമീറ്ററുകളിലും റെയിൽവേ പോലീസിന്റെയും സിവിൽ പോലീസിന്റെയും ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ തുരങ്കങ്ങളിൽ സെൻസറുകളും അലാറങ്ങളും സജ്ജീകരിച്ച കൺട്രോൾ സിസ്റ്റവും ഉണ്ടായിരിക്കും. ഈ കോറോസിന്റെ, അതായത് കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി എന്ന ഈ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നമ്മുടെ ഏതൊക്കെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത നമ്മുടെ മലയാളികൾക്ക് വാർത്ത വിതരണം ചെയ്തിട്ടുണ്ട്? ഭാരതത്തിന്റെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തമായ കരുനീക്കമാണിത്. ഒരു കല്ലേറിന് ഒരു വെടി എന്നുള്ളത്. ഇനി വന്ദേ ഭാരത് ചീറിപ്പായുന്നത് കാണുമ്പോൾ കല്ലെറിയണമെന്നുള്ള ആ ആഗ്രഹമില്ലേ മനസ്സിൽ സൂക്ഷിച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ. ഇല്ലെങ്കിൽ ഒരു വെടി ഉറപ്പായിട്ട് നിങ്ങൾക്കുണ്ട്. മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നതിരിക്കുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.